വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഗവർണർ അവസാനം സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. നമ്മുടെ ഗവർണർ ആർലേക്കർ. ഈ ആരിഫ് ഗവർണർ ഇവിടെ നിന്ന് പോയതിനു ശേഷം, ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഇവിടെ നിന്ന് പോയതിനു ശേഷം സത്യം പറഞ്ഞാൽ നമ്മൾ ഗവർണറുടെ രാജ്ഭവന്റെ മുമ്പിലൂടെ കടന്നു പോകണം കേട്ടോ. ഞാനത് ഇടയ്ക്കിടയ്ക്ക് കടന്നു പോകുന്നത്. അപ്പൊ ഞാൻ എന്റെ പുറകിലിരിക്കുന്ന സുഹൃത്തുക്കളോട് പറയും, വണ്ടിയിൽ ഇരിക്കുന്ന സുഹൃത്തുക്കളോട് പറയും, അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ എന്തായിരുന്നു ഇവിടെ. കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ രാജ്ഭവന്റെ ഫ്രണ്ടിൽ എപ്പോഴും തിരക്കായിരിക്കും. കാരണം 2 വണ്ടി പോലീസാണ് എപ്പോഴും അവിടെ കിടക്കുന്നത്. പോരാത്തതിന് ഈ കൂടാരം അടിച്ച് പോലീസ് അവിടെ ടെന്റ് അടിച്ച് കിടക്കും. രാത്രി അവർക്ക് ഉറങ്ങാനും പറ്റില്ല, എഴുന്നേക്കാൻ പറ്റില്ല. കാരണം എപ്പോഴാണ് ഈ പുള്ളിക്കാരൻ എന്താ പറയുന്നത് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ പുള്ളിക്കാരൻ രാത്രി എവിടെയെങ്കിലും ഇറങ്ങി പോകണമെന്ന് പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. അവിടെ എന്നും പ്രതിഷേധമായിരുന്നു. SDPI പ്രതിഷേധം നടത്തുന്നു, DYFI പ്രതിഷേധം നടത്തുന്നു, അങ്ങനെ പ്രതിഷേധം നടത്തുന്നു. എപ്പോഴും ബാരിക്കേഡും അതും ഇതും ചപ്പും ചവറും. 5 കൊല്ലം ആ ഏരിയ എന്ന് പറയുന്നത് താറും മാറായിരുന്നു. ഒരു ഓളവും ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മാധ്യമങ്ങളും അത് എൻജോയ് ചെയ്തിരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ആർലേക്കർ വന്ന ശേഷം കഴിഞ്ഞ ദിവസം ഞാൻ അതുവഴി പോയപ്പോഴും ഞാൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ആ കൂടാരത്തിൽ ഒരു ഹോള് വീണിരിക്കുന്നു, ഒരു ഓട്ട. അതാണെങ്കിൽ ദ്രവിച്ച് ആ കൂടാരത്തിൽ ഒരു ഹോള് വീണു. കണ്ടോ, അദ്ദേഹം പോയ ശേഷം ഇവിടുത്തെ പോലീസുകാർക്ക് ഇവിടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. ആർലേക്കർ വന്ന ശേഷം അദ്ദേഹം വലിയ വമ്പിനൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹം പോകുന്നെങ്കിൽ അദ്ദേഹം അങ്ങേയറ്റം മാത്രമേ ഉള്ളൂ. സുപ്രീം കോടതി അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ്. അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി അതിര് കടക്കുന്നു, ഗവർണറുടെ അധികാര പരിധി സുപ്രീം കോടതി നിർണ്ണയിക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇത് പറയാനുള്ള കാരണം തമിഴ്നാട് ഗവർണർ രവി അദ്ദേഹം ബില്ലുകളിൽ ഒപ്പിടാൻ മടിച്ചു എന്ന് പറഞ്ഞ് സുപ്രീം കോടതി അദ്ദേഹത്തിന് നിർദ്ദേശം നൽകി, ബില്ലുകളിൽ താങ്കൾ ഒപ്പിടണം, അത് തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോ ഗവർണർമാരെ അതിരൂക്ഷമായി വിമർശിച്ചും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിർദ്ദേശിച്ച സുപ്രീം കോടതിക്കെതിരെ അദ്ദേഹം ഇപ്പോ രൂക്ഷമായ ഭാഷയിൽ രാജേന്ദ്ര ആർലേക്കർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ജുഡീഷ്യറിയുടെ അതിര് കടന്ന ഇടപെടലാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗവർണറുടെ അധികാരത്തിൽ കൈകടത്താനൊന്നും ജുഡീഷ്യറിക്ക് അധികാരമില്ല എന്ന് പറയുന്നുണ്ട്. അംബേദ്കർ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ കൃത്യമായിട്ട് ഗവർണറുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പോരാത്തതിന് ബില്ലുകളിൽ തീരുമാനം എടുക്കേണ്ടാത്തത് എപ്പോഴാണ് എന്നൊക്കെ ഗവർണർക്കാണ് തീരുമാനിക്കാനുള്ള അധികാരം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം വളരെ വലിയൊരു ആക്ഷൻ മോഡിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്താ തോന്നുന്നത്? അദ്ദേഹത്തിന്റെ ഈ തുറന്ന വെല്ലുവിളിയാണോ സുപ്രീം കോടതിയോട്? അല്ല, നമുക്ക് നമ്മുടെ ഒരു ധാരണ, നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ ആയാലും രാഷ്ട്രീയക്കാരുടെ ആയാലും ഒരു പൊതുധാരണ, ഈ ഗവർണർ എന്ന് പറയുന്നത് ഏതോ രാഷ്ട്രീയത്തിൽ കിടക്കുന്ന നേതാക്കന്മാരാണ്. ആയിരുന്നു മുമ്പൊക്കെ. നമ്മുടെ ഈ റബ്ബർ സ്റ്റാമ്പുകളാണ് കുറെ ഗവർണർമാരെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ രാഷ്ട്രീയത്തില് ഗതികിട്ടാ നടക്കുന്നവരെ വിളിച്ചിട്ട് ഗവർണർ പോസ്റ്റ് കൊടുക്കുകയാണ്. അത് നമ്മൾ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: രാഷ്ട്രീയത്തിൽ ഒരു റിട്ടയർമെന്റിന്റെ ഭാഗമായിട്ടാണ് ഗവർണർ പോസ്റ്റ് കൊടുക്കുന്നത്. ഈ ഗവർണർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള സാമാന്യ ബോധമില്ല. ഒരു ഗവർണറെ നിയമിക്കുക എന്ന് പറഞ്ഞാൽ ഗവർണർക്ക് ഒരുപാട് അധികാരങ്ങളുള്ള ഒരു പോസ്റ്റാണ് ഗവർണർ പോസ്റ്റ്. കണ്ട ആപ്പുകൾക്കൊന്നും കൊടുക്കാൻ പറ്റുന്ന പോസ്റ്റുമല്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ BJP സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷമായിരിക്കും ഈ ഗവർണർ പോസ്റ്റുകൾ കുറച്ചുകൂടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുൻകാലങ്ങളിൽ UPA സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ ഭരിക്കുകയും അവർ തന്നെ ഒരുപാട് സംസ്ഥാനങ്ങൾ ഭരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ തന്നെ സംസ്ഥാനങ്ങളും അവരുടെ തന്നെ ഗവർണറും ഒക്കെ ആയതുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് ഈ രാഷ്ട്രീയത്തിൽ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞത് ഒരു ഗവർണർ പോസ്റ്റ് എന്നതായി മാറിയിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഈ വരുന്ന ഗവർണർമാരൊന്നും ഊപ്പകളുമല്ല. വളരെ വിശദമായി തന്നെ ഭരണഘടനയെ കുറിച്ചും ഒപ്പം തന്നെ ഗവർണറുടെ പദവിയെ കുറിച്ചും കൃത്യമായ ബോധവും പഠിച്ചിട്ടുമാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ അടുത്ത് പണി നടക്കാതെ പോയത്. അതിനേക്കാൾ വലിയ വില്ലനാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ആർലേക്കർ എന്ന് പറയുന്നത്. കാരണം ഇവരെല്ലാം ഭരണഘടനയെയും നിയമങ്ങളെയും കുറിച്ച് കൃത്യമായ ബോധവും കാരണം ഇവരൊരു ആക്ഷൻ എടുക്കുമ്പോൾ അത് പാളിപ്പോകാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ ഗവർണർമാർ എടുക്കുന്ന ആക്ഷൻസ് ഒന്നും പാളിപ്പോകാത്തത്. എന്താണ് ഇവര് വേറെ പോയിട്ട് കോടതിയിൽ നിന്നും പോയിട്ട് ഇതൊന്നും ഒടിയായിക്കൊണ്ട് വരാത്തത്? അപ്പോ ഇതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ കോടതിയുടെ വിധികള് ചിലപ്പോഴൊക്കെ കയ്യടിക്ക് വേണ്ടിയുള്ളതാണോ എന്ന് തോന്നാറുണ്ട്. നമ്മൾ അതിനെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലൊരു രീതി എന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്ന വിധികൾ വരുമ്പോൾ കൊള്ളാമെന്നും നമുക്ക് ഇഷ്ടപ്പെടാത്ത വരുമ്പോൾ അത് കൊള്ളത്തില്ലെന്നും പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ മോശം എന്ന് പറയും. പക്ഷെ ഇവിടെ സുപ്രീം കോടതി പറഞ്ഞതിലേക്ക് നമുക്ക് വന്നാൽ, ഒരുപക്ഷെ സുപ്രീം കോടതി ഇതിനെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ടാണോ പറഞ്ഞത് എന്നൊരു സംശയം വരുന്നുണ്ട്. കാരണം ഗവർണർ എന്ന് പറഞ്ഞാൽ വെറും ഒരു പോസ്റ്റ് അല്ല, പകരം ഒരുപാട് അധികാരങ്ങൾ, അതായത് മുഖ്യമന്ത്രിക്ക് പോലും ഇല്ലാത്ത അധികാരം ഗവർണർക്കുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാരുമായി ബന്ധിപ്പിക്കുന്ന വ്യക്തിയാണ് ഗവർണർ എന്ന് പറയുന്നത്. അദ്ദേഹം പെടുന്നതല്ല എന്നാണ് ഇവർ പറയുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയല്ല എന്നാണ്. തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണല്ലോ. കാരണം തെരഞ്ഞെടുക്കപ്പെടുന്ന കേന്ദ്ര സർക്കാരാണ് ഗവർണറെ ഇങ്ങോട്ടേക്ക് അപ്പോയിന്റ് ചെയ്തത്. അവരുടെ ഒരാളാണ് ഇവിടെ വെക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സംസ്ഥാനങ്ങളിൽ വിഘടനവാദ പ്രവർത്തനമോ ഇല്ലെങ്കിൽ സ്വതന്ത്രമാകാനുള്ള അഭിവാഞ്ഛയോ വരുമ്പോൾ അതിനെ തടയിടുക എന്നത് തന്നെയാണ് ഗവർണർ പ്രധാന ലക്ഷ്യങ്ങൾ. ഒന്ന്.
ഒന്ന് കേന്ദ്രവുമായി സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നത്, കേന്ദ്രത്തിന്റെ കാര്യങ്ങൾ സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്നത് ഗവർണർ മുഖാന്തരമാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ എല്ലാ പവറുകളും ഗവർണർക്കുണ്ട്. അതായത് സർക്കാരിനെ പിരിച്ചുവിടാൻ വേണ്ടി റിപ്പോർട്ട് കൊടുക്കാൻ ഗവർണർക്ക്, ഒപ്പം തന്നെ ബില്ലുകൾ, അതായത് ഈ ബില്ലുകൾ എന്ന് പറയുമ്പോൾ ഭരണഘടനാ വിരുദ്ധമായ ബില്ലുകളാണെങ്കിൽ ഗവർണർക്ക് തടഞ്ഞു വെക്കാം, ഇല്ലെങ്കിൽ അത് രാഷ്ട്രപതിക്ക് അയക്കാം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട്, എന്തിനേറെ പറയുന്നു, 15 വർഷത്തിലേറെ പഴക്കമുള്ള കേസുകൾ പോലും ഗവർണർക്ക് വേണമെങ്കിൽ വീണ്ടും അന്വേഷിക്കാൻ ഉത്തരവിടാൻ പറ്റും. സാധാരണഗതിയിൽ അതെ. ഗവർണർമാർ അതൊന്നും ചെയ്യാറില്ല. നമ്മൾ സാധാരണഗതിയിൽ ഗവർണർമാർ സംസ്ഥാന സർക്കാരുകളുമായിട്ട് രമ്യതപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്ന് കരുതി അവർ പൊട്ടന്മാരായതുകൊണ്ടല്ല. അവർക്കൊരു അധികാരമുണ്ട്. ഇവിടുത്തെ പല കേസുകളും, ഇവിടുത്തെ വേണമെങ്കിൽ പല പ്രമാദമായ കൊലക്കേസുകളും CBIക്ക് അന്വേഷിക്കണമെന്ന് ഗവർണർക്ക് പറയാൻ കഴിയും, ഇല്ല വീണ്ടും അന്വേഷിക്കണം ഗവർണർക്ക് ആവശ്യപ്പെടാൻ കഴിയും. അപ്പൊ തന്നെ ആ പവർ ഊഹിക്കാമല്ലോ. മുഖ്യമന്ത്രിക്ക് മാത്രം, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് മാത്രം പറയാൻ പറ്റുന്ന കാര്യം ഗവർണർക്കും പറയാൻ പറ്റും എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പദവി, ഇല്ലെങ്കിൽ അതിന്റെ പവർ നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. ഇവിടെ സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ നിയമപരമായ വസ്തുതയുണ്ട്. സുപ്രീം കോടതി പറഞ്ഞത് ശരിയാണ്. സമയബന്ധിതം ഉം. എന്നുള്ള ഭാഗം നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് തമിഴ്നാടിന്റെ കേസ് എടുക്കാം. കേരളത്തിനും തമിഴ്നാടിന്റെയും രണ്ട് രീതിയിൽ നമ്മൾ കാണണം. തമിഴ്നാടിന്റെ കേസ് എടുക്കുമ്പോൾ അവിടെ സംഭവിച്ചത് ഒരു നിയമത്തിന്റെ വയലേഷൻ അവിടെ ഗവർണർ നടത്തിയിട്ടുണ്ട്. കാരണം ഒരു ബില്ല് നിയമസഭ പാസ്സാക്കി ഗവർണർക്ക് സമർപ്പിച്ചാൽ ഗവർണർക്ക് അത് അധികം നാൾ തടഞ്ഞു വെക്കുക എന്നുള്ളതല്ല, അതിനകത്ത് വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം. അദ്ദേഹം തടഞ്ഞു വെക്കുകയാണെങ്കിൽ രണ്ട് റൂളാണ്. ഒരു ബില്ല് ഗവർണർ തടഞ്ഞു വെക്കുകയാണെങ്കിൽ ആ ബില്ല് വീണ്ടും നിയമസഭയിലേക്ക് വരികയും നിയമസഭ അത് വീണ്ടും പുനഃപരിശോധിക്കുകയോ പുനഃപരിശോധിക്കാതിരിക്കുകയോ ചെയ്യാം. വീണ്ടും അത് ഗവർണർക്ക് അയച്ചു കൊടുക്കും. രണ്ടാം വട്ടം ഗവർണർക്ക് അയച്ചു ഉം. കൊടുത്തു കഴിഞ്ഞാൽ ഗവർണർക്ക് അതിനകത്തൊരു തീരുമാനം എടുത്തേ പറ്റൂ, ഒപ്പിട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ അതെ. മറ്റു നടപടികളിലേക്ക് കടന്നേ പറ്റൂ. പക്ഷെ തമിഴ്നാട് ഗവർണർ ഒരു അബദ്ധം കാണിച്ചു. അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അറിയാതെ ചെയ്തതാണോ അറിയില്ല. ഈ രണ്ടാമത്തെ തവണ വന്നപ്പോഴാണ് അദ്ദേഹം അത് രാഷ്ട്രപതിക്ക് അയച്ചത്. അതിന് വകുപ്പില്ല, ഉം. അങ്ങനെ അയക്കാൻ പറ്റില്ല. അതാണ് അതിനകത്ത് മറ്റൊരു സാധനം. ആദ്യത്തെ തവണ വന്നപ്പോൾ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ജയിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ബില്ല് വന്നപ്പോൾ തന്നെ അദ്ദേഹം അത് രാഷ്ട്രപതിക്ക് അയച്ചു. ഒന്നാമത്തെ തവണ ആദ്യമായി ബില്ല് വരുമ്പോൾ തന്നെ അത് രാഷ്ട്രപതിക്ക് അയക്കാം, തീരുമാനമെടുക്കാനുള്ള ഒരു അധികാരത്തിൽ രാഷ്ട്രപതി തീരുമാനത്തിൽ വിട്ടുകൊടുത്തുകൊണ്ട് ആദ്യത്തെ തവണ അയക്കാൻ പറ്റും. പക്ഷെ 2 തവണ വന്നതിന് ശേഷം അത് അയക്കാൻ പറ്റില്ല. ആ ഒരു ഇതിന്റെ ക്ലോസിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്നലത്തെ വിധി വന്നിരിക്കുന്നത്. അല്ലാതെ കേരളവും അതുമായിട്ട് രണ്ട് രണ്ട് വിധികളാണ്. അവിടെയാണ് ഇപ്പൊ 10 ബില്ലും പാസ്സായെന്നാണ് നമ്മളിപ്പോ ലേറ്റസ്റ്റ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട്ടിൽ ഗവർണറുടെ ഉം. പിടിച്ചു വെച്ചിരുന്ന 10 ബില്ലും പാസ്സായെന്നാണ്. അത് ഇതുകൊണ്ടാണ് സംഭവിച്ചത്. കാരണം 2 വട്ടം വന്നു. രണ്ടാമത്തെ തവണ വന്നു കഴിഞ്ഞാൽ ഗവർണർക്ക് നടപടി എടുത്തേ മതിയാകും. പക്ഷെ ഒന്നാമത്തെ തവണ വന്നപ്പോൾ തന്നെ രാഷ്ട്രപതിക്ക് അയച്ചിരുന്നെങ്കിൽ അത് താമസം എടുത്തേനെ. പിന്നെ കൃത്യമായിട്ട് ഒരു ടൈം ലിമിറ്റ് കൊടുക്കാനുള്ള അധികാരം ഇപ്പോൾ ഇന്നലെ വിധി പറഞ്ഞ 2 അംഗ ബെഞ്ചിന് കഴിയില്ല എന്നാണ് നിയമവിദഗ്ധർ തന്നെ പറയുന്നത്. കാരണം അത് ഉം. ഭരണഘടനാ ബെഞ്ചിന്റെ ഒരു അധികാര പരിധിയിൽ വരുന്നതാണ്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലാതെ ഗവർണർ ഇരുന്നുകൊണ്ട് രാഷ്ട്രപതിക്ക് ഒരു ടൈം കൊടുക്കുകയാണ്, നിങ്ങൾ 2 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണം, ഇതൊക്കെ പറയാനുള്ള അവകാശം സുപ്രീം കോടതിക്കില്ല. ഇനി മറ്റൊരു കാര്യങ്ങളുണ്ട്. സുപ്രീം കോടതി ജഡ്ജിമാരും തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്നവരല്ല. അവര് തെരഞ്ഞെടുക്കപ്പ് ജനാധിപത്യ പ്രക്രിയ വരുന്നവരല്ലല്ലോ ഇത്. അപ്പം അവർക്ക് അങ്ങനെയുള്ള അധികാരങ്ങളൊന്നും, അതാ ഞാൻ പറഞ്ഞത്, ചിലവരൊക്കെ കൈയടിക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞു വിടാറുണ്ട്, ചില സിനിമ സ്റ്റൈൽ ഡയലോഗുകൾക്ക് വിടാറുണ്ട്. പിന്നീട് അത് വലിയ ചർച്ചകളിലേക്ക് പോവുകയും അത് വലിയ ചർച്ച. ഇത് ഇവിടൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിന്റെ മുകളിലേക്ക് തങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ഇത് വരാൻ പോകുന്ന കുഴപ്പം, തൽക്കാലം ഇപ്പൊ എല്ലാവരും അതിനെ കൈയടിച്ചാലും നാളെ ഈ പാർലമെന്റ് ഒന്നടങ്കം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. ഇപ്പൊ തൽക്കാലം ഇത് ഉം. BJP ക്ക് എതിരാണല്ലോ എന്ന് പറഞ്ഞ് DMK, CPM, കോൺഗ്രസും ഒക്കെ കൈയടിക്കുന്നുണ്ടെങ്കിൽ നാളെ BJP ഇവിടെ ഭരിക്കണമെന്നില്ല. നാളെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നെങ്കിൽ, DMK ആണ് ഭരിക്കുന്നെങ്കിൽ, CPM ആണ് ഭരിക്കുന്നെങ്കിൽ ഇവർ അംഗീകരിക്കത്തില്ല. കാരണം ജനാധിപത്യത്തിന്റെ പ്രക്രിയയിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റാണ് നിയമം പാസ്സാക്കുന്നത്. ഇനി ഒരു ടൈം ലിമിറ്റ് വേണം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മാറ്റണം, ഇന്ത്യൻ ഭരണഘടന അത് എഴുതി വെക്കണം. ഇങ്ങനെ ഭരണഘടന ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് കൈകടത്തിക്കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇനി ഒരു പക്ഷേ ഈ ഒരു കാര്യം ഭരണഘടനാ ബെഞ്ചിന് പോയേക്കാം, 5 അംഗ ബെഞ്ചിനോ 7 അംഗ ബെഞ്ചിനോ പോയേക്കാം. ഭരണഘടനാ ബെഞ്ചിന് പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ശബരിമല വിഷയമൊക്കെ ഭരണഘടനാ ബെഞ്ചിന്റെ പരിധിയിലാണ് നിൽക്കുന്നത്. ഭരണഘടനാ ബെഞ്ചിന് പോകുന്നു, ഭരണഘടനാ വിദഗ്ധരടങ്ങിയ ഒരു സമിതി അത് പരിശോധിക്കുന്നു. അതിന്റെ ഈ ഇഴകീറി പരിശോധിച്ച് വിധി വരുന്നു. അപ്പോൾ ആ വിധിക്ക് ഒരു വാലിഡിറ്റി ഉണ്ട്. വേണമെങ്കിൽ ആ വിധിയെയും നമുക്ക് അമെന്റ്മെന്റ് ചെയ്യാൻ പറ്റും പാർലമെന്റിന്. ഉം. ഉദാഹരണം ഞാൻ ഉം. പറഞ്ഞുതരാം. ഷബാനുബാനു കേസ് എന്താണ് ഉം. സംഭവിച്ചത്? അപ്പോ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിടാൻ കാരണം? അയാൾ മന്ത്രിയല്ലായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു കോൺഗ്രസിന്റെ, രാജീവ് ഗാന്ധിയുടെ കാലത്ത്, ഉം. ശക്തമായി നിൽക്കുന്ന കാലത്ത്. ഇത് കാര്യം അന്ന് ഷബാനുബാനു കേസിൽ വിധി വന്നു, ജീവനാംശം കൊടുക്കണമെന്ന്. അപ്പൊ മുസ്ലിങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കി, ഞങ്ങളുടെ ശരീരത്തിൽ നിയമപ്രകാരം അത് പറ്റില്ല, കൊടുക്കാൻ പറ്റും, വലിയ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ രാജീവ് ഗാന്ധി എന്ത് ചെയ്ത് അത് മറികടക്കാൻ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു അതിന് മുകളിൽ. അതിൽ അതെ. പ്രതിഷേധിച്ചുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വന്നത്. അപ്പം അവിടെ നാലോചിച്ചു, അപ്പൊ എന്താണ് പാർലമെന്റിൽ പവർ മനുഷ്യന് മനസ്സിലായില്ലേ? ഒരു യെസ്. വിധിക്ക് മുകളിൽ ഒരു നിയമം പാസ്സാക്കാൻ കഴിയും പാർലമെന്റിന്. അപ്പോൾ ആ നിയമത്തിന് ഒരു ടൈം ലിമിറ്റ് ആണ് ഇപ്പോൾ ഈ കോടതി നൽകിയിരിക്കുന്നത്. ഇത് പോയി ഭരണഘടനാ ബെഞ്ചിൽ പോയിട്ട് അവിടുന്ന് ഒരു
ആ, കാര്യങ്ങൾ തീരുമാനമായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. ഇത് വ്യക്തമായി തന്നെ ഡോക്ടർ BR അംബേദ്കർ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അതിനകത്ത് ഗവർണറുടെ പദവി എന്താണ്, പവർ എന്താണെന്ന് ഇത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന കാര്യമുണ്ട്. ഗവർണർ എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയാണ്. ഓരോ സംസ്ഥാന സർക്കാരും തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ കഴിയില്ല. അത് നിയന്ത്രിക്കുന്ന ആൾ തന്നെയാണ് ഗവർണർ എന്നത് വ്യക്തമായി പറയുന്നുണ്ട്. അവിടെയാണ് അതെ. ഇപ്പൊ ഒരു ടൈം ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ടൈം ലിമിറ്റ് കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ഈ ഒരു വകുപ്പ് അതിനകത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് ഒരു ബില്ല് ഗവർണർ തടഞ്ഞു വെച്ച് തിരിച്ചയച്ചാൽ വീണ്ടും അത് നിയമസഭ അയച്ചു കൊടുത്താൽ അത് ഗവർണർക്ക് അംഗീകരിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഉം. അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ പറയും. ഇപ്പൊ രാജ്യവിരുദ്ധതയുണ്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ വിരുദ്ധമാണോ എന്നൊക്കെ. കാരണം പല സംസ്ഥാനങ്ങളും പാസ്സാക്കുന്ന കാര്യങ്ങളൊക്കെ അതേപടി എടുത്തിട്ട് നമുക്ക് പാസ്സാക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇതൊരു ഫെഡറൽ സംവിധാനമാണ്, സെൻട്രൽ കേന്ദ്രം തന്നെയാണ്. കൺകറന്റ് ലിസ്റ്റും ഉള്ള ആ ലിസ്റ്റിൽ പെടുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. ഇവിടെ കേരള സർക്കാർ കൊടുത്തിരിക്കുന്നത് എന്തായിരുന്നു ബില്ല് എന്ന് പറഞ്ഞാൽ, നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ ഭരണം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ബില്ലുകളാണ് കൊടുത്തത്. വിദ്യാഭ്യാസം ഉം. സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്നതാണ്. പക്ഷെ വിദ്യാഭ്യാസം അല്ലല്ലോ ഇത്. അവിടുത്തെ സിസ്റ്റം തന്നെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം അവർക്ക് ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ, അവരുടെ കൈപ്പിടി ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഗവർണർ അതെ. ആരിഫ് മുഹമ്മദ് ഖാൻ കുറച്ചുകൂടെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു. ഫസ്റ്റ് തന്നെ അദ്ദേഹം അത് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തു. ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് രാഷ്ട്രപതിക്കും ടൈം ലിമിറ്റ് വേണമെന്നാണ്. അതൊക്കെ പറയാനുള്ള ഒരു അധികാരം നിലവിലത്തെ ആ ബെഞ്ചിന് ഇല്ല എന്ന് തന്നെയാണ് എല്ലാ നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. കോടതിയാണെങ്കിലും അതിനൊരു പരിധിയുണ്ട് എല്ലാ കാര്യങ്ങളും. പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചില കോടതി വിധികളൊക്കെ കാണുമ്പോൾ ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. മാറിടത്തിൽ പിടിച്ചാൽ അത് പീഡനമല്ല എന്ന് വിധിച്ച ജഡ്ജിമാരുണ്ട് നമ്മുടെ. കഴിഞ്ഞ ദിവസം ഉം. അലഹബാദ് കോടതി പറഞ്ഞത് എന്താണ്, പിന്നെ ബലാത്സംഗത്തിന് കാരണക്കാരി ഈ പെൺകുട്ടികൾ തന്നെയാണ് അതിന്റെ കാരണക്കാരികൾ എന്ന് പറയുന്നത്. പൈജാമയുടെ ചരടടിച്ചു കഴിഞ്ഞാൽ അത് പീഡനമല്ല എന്ന് പറയുന്നു. അപ്പൊ പീഡനത്തിൽ ഒരു ഉം. നിർവചനം പിന്നെ കൊണ്ടുവരേണ്ടി വരില്ല. എവിടെയൊക്കെ പിടിച്ചാലും എവിടെയൊക്കെ തൊട്ടാലുമാണ് പീഡനം എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽസിലേക്കും ചർച്ചകളിലേക്കും പോകും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരുപക്ഷെ കൈയ്യടി നേടാൻ വേണ്ടി പറയുന്നതാകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പറയുന്നതാകാം. ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പം കോടതിക്ക് അത് പറയാൻ കഴിയും. കാരണം അവർക്ക് ഒരു ഒരു പ്രത്യേക അധികാരം, ഒരു സവിശേഷ അധികാരം കോടതിക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ അധികാരത്തിന്റെ പുറത്ത് കോടതി പറഞ്ഞ ഉം. കാര്യങ്ങളാണ് 3 മാസത്തിനുള്ളിൽ. അങ്ങനെ ഒരു അധികാരം കോടതിക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ആ അധികാരത്തിന്റെ ആധികാരികത ചോദ്യം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അഡമന്റ് ആയിട്ടൊരു അധികാരം ഉപയോഗിച്ച് വിധി പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്നാണ് നിയമവിദഗ്ധരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നമ്മളാരും നിയമവിദഗ്ധരല്ലാത്തതുകൊണ്ട് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഏതായാലും ഗവർണർക്ക് വലിയ റോളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഗവർണർമാർ ആ റോൾ എടുത്ത് വീശിയിട്ടുണ്ട് കോൺഗ്രസിന്റെ സർക്കാരിന്റെ കാലത്ത്. എത്രയോ സർക്കാരുകളെ ഉം. പിരിച്ചുവിട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് BJP ഈ രാജ്യത്ത് വളരെ മോശം ലോ ആൻഡ് ഓർഡർ ഉള്ള സംസ്ഥാനത്തെ പോലും പിരിച്ചുവിടാതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്ത് സർക്കാരുകളെ പിരിച്ചുവിട്ടതിനെതിരെ ഏറ്റവും കൂടുതൽ സമരം നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അവരുടെ ഒരു നിലപാട് തന്നെ, ഞങ്ങൾ ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടില്ല എന്നാണ്. കാരണം ഇതിനെതിരെ സമരം നടത്തിയിട്ടുള്ളവരാണ്. ആ സമരം നടത്തിയിട്ടുള്ളവർ അധികാരത്തിലിരിക്കുമ്പോൾ അവർക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെയാണ് അവരുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും പാർട്ടി ആണെങ്കിൽ അന്നത്തെ നിലപാടായിരുന്നു ഞങ്ങളുടെ അത്, ഇന്നിപ്പോ ഇങ്ങനെ അല്ല എന്ന് അവർ പറഞ്ഞില്ലല്ലോ. അവർ പറഞ്ഞ കാര്യം എന്താണ്, അവർ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ, കാരണം ഏറ്റവും കൂടുതൽ പിരിച്ചുവിടപ്പെട്ടത് BJP സർക്കാരുകളായിരുന്നു കോൺഗ്രസിന്റെ സർക്കാരിന്റെ കാലത്ത്. അവിടെ എല്ലാം ഗവർണർ എടുത്തിരിക്കുന്ന ഒരു സ്വച്ഛാധിപത്യപരമായ അധികാരമായിരുന്നു. അതിനെതിരെ എങ്ങും ആരും ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ. അത് ഗവർണർക്ക് അധികാരം ഉള്ളത് കൊണ്ട് എന്നാണ്. ഇന്നിപ്പോൾ പിരിച്ചുവിടാനാണ് എന്നുണ്ടെങ്കിൽ പശ്ചിമ ബംഗാൾ എന്നേ പിരിച്ചുവിടേണ്ടതാണ്, അല്ലേ? അപ്പോൾ ചോദിക്കും മണിപ്പൂർ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, മണിപ്പൂർ നടക്കുന്നത് ഉം. ആഭ്യന്തരമായ ലഹളയാണ്. അവിടെ ഉപയോഗിക്കുന്ന വെറും സമരമല്ല, ഇല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ തകർന്നുകൊണ്ട് ബാലിസ്റ്റിക്കിന്റെ പ്രാദേശിക രൂപങ്ങൾ വരെയാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അങ്ങനെ ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്ത വിധമാണ് ഒരു ഒരു അല്ല, ഒരു മണിപ്പൂര് ഒരു ഒരു പറയാനും ഒരു പറ്റില്ല. തീവ്ര. മണിപ്പൂര് താഴെ ഇറങ്ങിയിരിക്കുന്ന BJP സർക്കാർ തന്നെയാണ്. അതെ അതെ, BJP സർക്കാരാണ് പോയിരിക്കുന്നത്. അവരെ പിരിച്ചുവിടുക എന്നൊരു സാധനം ഇതിനകത്തില്ല. ഇവിടെ ചെയ്യുന്നത് ഉം. വെച്ചാൽ ഈ സസ്പെൻഷൻ മാത്രമാണ് ഈ സഭകൾക്ക് നൽകാൻ കഴിയുന്നത്. അത് 6 മാസത്തിനുള്ളിൽ പിന്നെ വീണ്ടും അത് പാർലമെന്റിൽ കൊണ്ടുവന്ന് അത് നീട്ടിയെടുക്കാൻ പറ്റും. അവിടെയാണ് അമിത്ഷാ ഇപ്പൊ ഒരു ചെറിയ പണി നമ്മൾ നടന്നത്. വഖഫ് ബില്ലിന്റെ പാസ്സാക്കി രാത്രി 2:30 എങ്ങാണ്ടായിരുന്നു വഖഫ് ബിൽ. അതിന്റെ ഇടയിൽ കൂടെ അദ്ദേഹം ഈ മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണത്തിന് അംഗീകാരം നേടിയെടുത്തു. അത് വലിയ ഉം. വിവാദമൊക്കെ ആയിരുന്നല്ലോ. ഞങ്ങൾ അറിഞ്ഞില്ല, അതെ. ഇതൊന്നും അതെ. അങ്ങനെയാണ് ഇങ്ങനെയാണ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ഉം. പാസ്സാക്കി എടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ കോടതി വിധികൾ ഇങ്ങനെയാണ്. അത് ഭരണഘടനാ ബെഞ്ചിൽ പോകട്ടെ, നല്ല കാര്യം തന്നെയാണ്, ചർച്ച വരട്ടെ, ഭരണഘടനാ ബെഞ്ചിൽ പോകട്ടെ, അനന്തമായി നീളണോ വേണ്ടത് തീരുമാനിക്കട്ടെ. അതിനൊരു ടൈം ലിമിറ്റേഷൻ അങ്ങനെ വരികയാണെങ്കിൽ അംഗീകരിക്കാം. അതല്ലാതെ ഇതിനെ വലിയ രീതിയിൽ വാർത്തയാക്കി ചർച്ച ചെയ്യുന്നത് വിഡ്ഢിത്തരമെന്ന് മാത്രമേ പറയാൻ കഴിയൂ. അത് കേന്ദ്രത്തിന് ഒരു വലിയ തിരിച്ചടിയേ അല്ലത്. കാരണം ഉം. നിലനിൽക്കാത്ത ഒരു കാര്യമാണ് ടൈം ലിമിറ്റേഷൻ. ഇതിനെതിരെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ അർലേക്കർ രംഗത്ത് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായി ഇത് അടുത്ത ബെഞ്ചിലേക്ക് ഈ സാധനം നീങ്ങും. അപ്പോഴത്തേനും കുറച്ചുകൂടെ അത് എത്ര നാൾ നീണ്ടു നീണ്ടു പോകുമെന്നുള്ള കാര്യം
കണ്ടു തന്നെ അറിയണം. അപ്പം പക്ഷെ തമിഴ്നാട്ടിലെ നിയമം പാസ്സായി, അത് ഇനി വേണമെങ്കിൽ ചോദിക്കും ആൾക്കാർ, എന്നാ പിന്നെ തമിഴ്നാട്ടിലെ നിയമം പാസ്സായല്ലോ. തമിഴ്നാട്ടിലെ നിയമം പാസ്സാകുന്നതിന്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 2 വട്ടം അയച്ച ബില്ലാണ്, അത് പാസ്സാകാതിരിക്കില്ല. ഇല്ലെങ്കിൽ അത് വേണം. ഉം, ഉം. കേരളത്തിലെ പാസ്സാകില്ല, നീണ്ടു പോവുക തന്നെ ചെയ്യുന്നത്. ഇനി ഭരണഘടനാ ബെഞ്ചൊക്കെ പറഞ്ഞിട്ട് വരട്ടെ, നല്ല കാര്യം തന്നെയാണ്, ടൈം ലിമിറ്റേഷൻ വേണ്ടതുമാണ്. ഇതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു ബിജു ചേട്ടാ, താങ്ക് യു സോ മച്ച്.